ഹലോ ഫ്രണ്ട്സ്, ഈ മാല ഞാൻ പ്ലാസ്റ്റിക് കവർ വെച്ചാണ് ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുമോ? വിശ്വസിച്ചേ പറ്റുമോ കേട്ടോ. ഞാനിത് പ്ലാസ്റ്റിക് കവർ വെച്ച് ഉണ്ടാക്കിയ ജമന്തി മാലയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഐറ്റത്തിന് നമ്മുടെ ഓണക്കാലമൊക്കെ ആകുമ്പോൾ ഭയങ്കര വില കൂടുതലാണ് കേട്ടോ. ഞാനിത് ഓൺലൈനിലൊക്കെ നോക്കിയപ്പം 260, 660 ഒക്കെയാണ് കേട്ടോ വില വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഓണത്തിന് മാത്രമായിട്ട് നമ്മൾ എന്തിന് ഇത്രയും പൈസ കൊടുത്തൊക്കെ ഇത് വാങ്ങിക്കണം അല്ലേ? അപ്പോൾ നമുക്ക് വീട്ടിൽ വെച്ച് തന്നെ നമ്മുടെ പ്ലാസ്റ്റിക് കവർ വെച്ചിട്ട് സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കുകയും ചെയ്യാം. അടിപൊളി ഫോട്ടോഷൂട്ടൊക്കെ ഇതിൻ്റെ മുന്നിൽ നിന്ന് എടുക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ വീടും അലങ്കരിക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്ന ഒരു യെല്ലോ കളറിലുള്ള ഒരു പ്ലാസ്റ്റിക് കവറാണ് കേട്ടോ. അപ്പോൾ ഞാൻ ദേ നല്ല നിവർത്തി അത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പ്ലാസ്റ്റിക് കവർ വെച്ചിട്ടാണ് പൂക്കൾ ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ പ്ലാസ്റ്റിക് കവറിനെ നമുക്ക് എത്ര വലുപ്പത്തിലാണോ വേണ്ടത് ആ ഒരു വലുപ്പം അനുസരിച്ച് നമുക്കിതിനെ മടക്കിയെടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു അളവിലാണ് കേട്ടോ മടക്കിയെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വലിയ പൂക്കൾ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ വീതിക്ക് മടക്കിക്കോട്ടോ. അതിനുശേഷം ഇതുപോലൊരു അടപ്പെടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് ഇതുപോലൊന്ന് വെച്ച് കൊടുത്തിട്ട് നമുക്കൊരു പേന ഉപയോഗിച്ചിട്ട് ഒരു വൃത്തം വരച്ചു കൊടുക്കാം. അപ്പോൾ അതെ നന്നായിട്ട് ഞാനൊരു ഷേപ്പിൽ വരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മൾ ഈ വൃത്തം ഒന്ന് കട്ട് ചെയ്തെടുക്കാൻ പോവുകയാണേ. ഞാൻ ഇതുപോലെ നല്ല ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബാക്കിയുള്ള ഈ പീസിൽ നമുക്ക് ഇതുപോലെ വൃത്തങ്ങൾ വരച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇതിനകത്ത് ഒരെണ്ണമാണ് കേട്ടോ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഈ എടുത്തിരിക്കുന്ന ഈ പീസിലേക്ക് നമ്മൾ ഇതിൻ്റെ മിഡിൽ ഭാഗത്തായിട്ട് ഒന്ന് സ്റ്റാപ്ലർ ചെയ്ത് കൊടുക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് സ്റ്റാപ്ലർ അടിച്ചു കൊടുക്കാം. അതിനുശേഷം ഒരു കത്രിക ഉപയോഗിച്ചിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കും. കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ രണ്ട് സൈഡിൽ നിന്നും ഓരോ ഇതളുകൾ വീതം ഓരോന്ന് മാത്രം എടുത്തിട്ട് ഇങ്ങനെ നിവർത്തി എടുത്തിട്ട് ഇതിൻ്റെ മിഡിൽ ഭാഗത്തേക്ക് ഇങ്ങനെ ഒന്ന് കൂർപ്പിച്ച് വെച്ച് കൊടുക്കണം. ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കണം. അതുപോലെ തന്നെ നമ്മൾ മറു സൈഡും ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഓരോ ഇതിലും ചെയ്തെടുക്കുമ്പോഴാണ് കേട്ടോ കുറച്ചുകൂടെ ഭംഗിയായിട്ട് കിട്ടുന്നത്. അപ്പോൾ രണ്ട് സൈഡിൽ നിന്നും മിഡിൽ ഭാഗം എത്തുന്നത് വരെ നമുക്കിതുപോലെ ചെയ്തെടുക്കാം. അപ്പം നമ്മളിത് മിഡിൽ ഭാഗം വരെ നമ്മൾ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ വീണ്ടും ഇതുപോലെ ഒന്ന് വിടർത്തി കൊടുക്കുകയാണ് കേട്ടോ. ഇനി നമ്മൾ രണ്ട് സൈഡിൽ നിന്ന് ഇതുപോലെ വിടർത്തി കൊടുക്കുമ്പോൾ നമുക്ക് നല്ലൊരു ബോളിൻ്റെ ഒരു ആകൃതിയിൽ കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ എല്ലാ ഇതളുകളും ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കണം. എന്നാൽ മാത്രമേ അതിൻ്റെ ഭംഗി കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് അതുപോലെ ചെയ്യാം. അപ്പോൾ അതെ നമ്മുടെ കയ്യിൽ സൂപ്പറായിട്ടുള്ള ഒരു ജമന്തിപ്പൂ പോലെ തന്നെയുള്ള ഒരു പ്ലാസ്റ്റിക് ജമന്തിപ്പൂവ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതുപോലെ ഞാൻ ഇത്രയധികം പൂക്കൾ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വലിയ മാല വേണമെങ്കിൽ 2-3 പ്ലാസ്റ്റിക് കവർ എടുത്തിട്ട് ഇതുപോലെ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഓറഞ്ച് കളർ പ്ലാസ്റ്റിക് കവർ കിട്ടാത്തതുകൊണ്ട് ഞാൻ ടിഷ്യൂ ബാഗാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മുടെ
ഷോപ്പിലൊക്കെ നല്ല അവൈലബിൾ ആയിട്ടുള്ളതാണല്ലോ ഇതുപോലത്തെ ടിഷ്യൂ ബാഗുകൾ. അതിനകത്ത് ഓറഞ്ച് കളറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഓറഞ്ച് കളർ പ്ലാസ്റ്റിക് കവർ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതെടുത്താൽ മതി. അതിന് ഞാൻ ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ വൃത്താകൃതിയിലൊന്ന് മുറിച്ചെടുക്കുവാണേ. അപ്പോൾ അതേ ഒന്ന് ഷേപ്പ് ചെയ്തെടുത്തതിന് ശേഷം നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതിൻ്റെ മിഡിൽ ഭാഗത്ത് നമ്മൾ സ്റ്റാപ്ലർ അടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതേ ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. നേരത്തെ ചെയ്ത സെയിം പ്രോസസ്സ് തന്നെ നമ്മൾ ഇതിലും ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ പൂവും കൂടി അതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ അതേ നമ്മുടെ ഓറഞ്ച് കളറിലുള്ള ജമന്തിപ്പൂവ് ഇവിടെ റെഡിയാണ് കേട്ടോ. അതാ ഇത്രയധികം ജമന്തിപ്പൂവ് ഞാൻ തയ്യാറാക്കി. അതുപോലെ തന്നെ നമ്മുടെ മഞ്ഞ നിറത്തിലുള്ള ജമന്തിപ്പൂവും ഇവിടെ സെറ്റാണ് കേട്ടോ. ഇനി നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ പരിപാടിയാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്കൊരു സൂചിയും നൂലും ഇതുപോലെ എടുത്തതിന് ശേഷം നമുക്ക് ഈ പൂക്കൾ ഓരോന്നായിട്ട് കോർത്തെടുക്കാം. അപ്പോൾ കോർത്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഒരുപാട് അങ്ങ് പ്രസ് ചെയ്ത് കൊടുക്കരുത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഭംഗി അങ്ങ് പോവും. നമ്മൾ നല്ല ഗ്യാപ്പ് ഇട്ട് വേണം ഇതിനെ കോർത്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതെ ഇതാണ് കേട്ടോ ഇതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നമ്മുടെ ഒറിജിനലായിട്ടുള്ള മാരിഗോൾഡിൻ്റെ മാല പോലെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിത് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ ഒന്ന് പറയണം കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇട്ടിട്ട് നമുക്ക് നല്ല ഫോട്ടോഷൂട്ടൊക്കെ എടുക്കാമല്ലോ. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ. അത്രയൊക്കെ ഉള്ളൂ. താങ്ക് യു.